അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപാടെ ഓട്ടമാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര ഓട്ടമാണ്. ഒക്കെ തീർത്തിട്ട് എനിക്ക് 10:45 ബസ്സിന് 10:40 എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ആ ബസ് വിടും. അപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് ഒരുവിധ പണി എടുത്ത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഓടിപ്പിടിച്ചു, ബസ് കിട്ടി. പിന്നെ നേരെ ഞാൻ അവിടെ പോയിട്ട് 11:20 അവിടെ എത്തും, ടൗണിൽ, സിറ്റി സെൻറ്ററിൻ്റെ മുമ്പിൽ. അവിടുന്ന് ഞാൻ ഓടും എനിക്ക് വേണ്ട സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് അത് വാങ്ങിച്ച് 11:50 എനിക്ക് റിട്ടേൺ ബസ് കിട്ടും. അപ്പം എന്നെ ആ ബസ് അവർക്കറിയാം ഞാൻ കയറിയാലോ റിട്ടേണിൽ ഈ ബസ്സിന് തന്നെയാണ്. അപ്പോൾ എന്നെ ആ കണ്ടക്ടർ നോക്കിയിരിക്കുകയാണ്, ഇത് ഇവളേടായെന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. ഞാൻ കാണുന്നുണ്ട് എന്നെ എന്നെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആൾ പറഞ്ഞപ്പോൾ ക്ലിയറായി. അപ്പോൾ ഞാൻ ഒരു ഓട്ടോക്കാരനെ ചോദിച്ചു, എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കി തരുമോ, ബസ് പോകുന്നുണ്ടാന്ന് പറഞ്ഞു. പെട്ടെന്ന് കയറ്റി എന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നു, സഹായിച്ചു, വലിയ ഉപകാരം. അങ്ങനെ ഞാൻ അയാളോട് ടാക്സും പറഞ്ഞ് ഞാൻ എൻ്റെ ബസ് അപ്പോൾ വിടാൻ നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഓടി കയറാൻ, എപ്പം ഞാൻ കയറാൻ നിൽക്കുമ്പോഴും എൻ്റെ കയ്യിലുള്ള സാധനം വാങ്ങിച്ചിട്ട് ആ കണ്ടക്ടർ എനിക്കൊരു സീറ്റിൻ്റെ ആളാണ് തീരുമാനിക്കുക, ആ സീറ്റിൽ ആ സാധനം കൊണ്ടുവച്ച് തരും. എന്നിട്ട് എന്നോട് ഇരുന്നു പറയും, പാവാണ്. അപ്പോൾ പ്രായമുണ്ട്, എനിക്കൊരു അത്ഭുതമാണ് ആ ഒരു മനുഷ്യനെ, പറയാണ്ട് നിൽക്കാൻ കഴിയില്ല. നമ്മൾ ചില നന്മ ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ചിലവരെ അങ്ങനെയൊക്കെ കാണാനും അങ്ങനെയൊക്കെ അനുഭവിക്കാനൊക്കെ കിട്ടുള്ളൂ. അതങ്ങനെയാണ്. എനിക്ക് ആഴ്ചയിൽ ഒരിക്കലാണെങ്കിലും ആൾ കുറച്ച് മീൻസ് ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു സഹായിയാണ്, ഭയങ്കര കാര്യമാണെന്ന് എനിക്ക് തോന്നി. എന്നോട് പറഞ്ഞു, നിന്നെ എന്താ കാണാത്തേ വിചാരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നിന്നെ നോക്കുകയായിരുന്നു, എനിക്ക് ബസ് കിട്ടൂലേ എന്നുള്ള ഫീൽ എനിക്കായി എന്ന് പറഞ്ഞു. നല്ല മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. അപ്പം എന്നെ ആരൊക്കെയൊക്കെയോ സഹായിക്കലുണ്ട്. പക്ഷേ നല്ല രസമായിട്ട് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാൻ വിചാരിക്കും. പക്ഷെ ഭയങ്കര വെയിലാണ് ഗൈസ്, എനിക്ക് സഹിച്ചുകൂടാ, നമുക്കാർക്കും സഹിച്ചുകൂടാ, അത്രയും ചൂട് ജാസ്തിയാണ് ഇപ്പം. പിന്നെ ഇറങ്ങിയിട്ടാണെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് കൂടുതൽ നടക്കാനും ഉണ്ട്, ഒക്കെ ഭയങ്കര അതാവാണ്. ഇനിയിപ്പം റമദാൻ വരുന്നുണ്ട്, എന്താ ഏതാ ഒന്നും അറിയില്ല. പക്ഷേ ഇൻഷാ അല്ലാഹ് അതിനും വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എല്ലാം എളുപ്പത്തിലാക്കിയിട്ട് നല്ല രീതിയിലാക്കി തരട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. പിന്നെ എനിക്ക് ഒന്ന് പ്രത്യേകം പറയാനുള്ളത്, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസൊക്കെ കാണണം. പിന്നെ ഞാൻ പറയാച്ചാൽ ഞാൻ അവിടുത്തെ വെയിൽ കൊണ്ട് എൻ്റെ ഓട്ടമാണ്, എനിക്ക് ഓട്ടക്കാരിയാണ് ഞാൻ, എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ആളോട് ഞാൻ വേഗം പെട്ടെന്ന് എനിക്ക് സാധനം വേണം, എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പം ചൂടും ഭയങ്കര ചൂട്. അപ്പം ഞാൻ ചൂടും കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ വായിൽ നിന്ന് വീണപ്പം സത്യം ഞാൻ അവിടെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കുകയാണ് ഗായ്സ്. ചുട്ട് പൊള്ളുന്ന തീക്കനൽ ചൂട്, അത്രയും വെയിൽ ഇങ്ങനെ ഉദിച്ച് തലക്കിങ്ങനെ അടിക്കുക, മുഖത്തിങ്ങനെ അടിക്കുക. ആ ഒരു വെയിലിൻ്റെ സമയത്താണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു നേരത്തെ ഒരു ദിവസത്തെ ചിലവ് കഴിയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ട് മീൻസ് ആ ഒരു പൈസ ചിലവ് നടത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഞാൻ നീണ്ട് കാണുകയാണ്, പഠിച്ചോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഞാൻ ആ തൊണ്ടൊക്കെ വരണ്ടിട്ടാണ്, എനിക്ക് ഇങ്ങനെ ദാഹിക്കുന്ന മീൻസ് വായിലുള്ള ഉമിനീരൊന്നും കിട്ടുന്നില്ല ദാഹം കൊണ്ട്. എന്നാൽ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് വെള്ളം കുടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ബസ്സും പോകും. അങ്ങനെ ഇങ്ങനെ എന്തോ ഒരു വെപ്രാളത്തിലാണ് ഞാനുള്ളത്. എനിക്ക് ബസ് പോയ 3/4 മണിക്കൂർ ഞാൻ പിന്നെയും ബസ്സിന് വെയിറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് വിശപ്പും ദാഹം മീൻസ് നമ്മൾ ചൂട്ടത്ത് അധികം നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രശ്നമാണ് ബോഡിയിൽ. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞു മോളും ഉണ്ട് വീട്ടിൽ, അവൾ ഉറങ്ങി കിടക്കുമ്പോഴാണ് ഞാൻ ഓടുന്നത്, ഉറക്കിയിട്ടാണ് ഞാൻ ഓടുക. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച് വരുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ചൂട്ടത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ആണുങ്ങളെ ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഗായ്സ് വിട്ട് കളയാൻ തോന്നുന്നില്ല. അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ചൂട് ജാസ്തി, റമദാൻ വരുന്നുണ്ട്, ഒക്കെ വിഷമമുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെയും ബുദ്ധിമുട്ടിലാക്കാണ്ട് നല്ല റമദാൻ കഴിഞ്ഞു കൂടാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകട്ടെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.